അതിനു ശ്രീ PR ശിവശങ്കർ, ഇവിടെ ശ്രീ N ശ്രീകുമാർ പറഞ്ഞ കാര്യം അത് ഈ ഡേറ്റ പരിശോധിക്കുമ്പോൾ ശരിയാണ്. 1% പോലും വ്യത്യാസം കോൺഗ്രസും BJPയും തമ്മിൽ വോട്ട് ഷെയറിന്റെ കാര്യത്തിൽ ഹരിയാനയിൽ ഇല്ല. പക്ഷെ BJPയുടെ വിജയത്തെ കുറച്ച് കാണുകയല്ല. പക്ഷേ ഞാൻ തന്നെ പറഞ്ഞു അതൊരു മൈക്രോ ലെവൽ മാനേജ്മെന്റിന്റെ വിജയമാണെന്ന്. താങ്കളും അങ്ങനെയാണോ കണക്ക് കൂട്ടുന്നത്? ശ്രീകുമാർ മാത്രമല്ല, മറ്റു പലരും പറഞ്ഞ പല കണക്കുകളോടും എനിക്ക് വിയോജിപ്പുണ്ട്. അത് 1% വോട്ടിൻ്റെ വ്യത്യാസത്തിലാണെങ്കിൽ ഇവിടെ സുരേന്ദ്രനെയും വിജയമായിട്ട് പ്രഖ്യാപിക്കേണ്ടിയിരുന്നു. അതാരും ചെയ്തും കണ്ടില്ല. പിന്നെ ഇത്തരം ചർച്ചകൾ നടത്തുമ്പോൾ നേരത്തെ ബഹുമാനപ്പെട്ട ഹസ്കറും എല്ലാവരും പറയുന്നത് കേട്ടു, ചതുഷ്കോണ മത്സരം പൊതുവെ BJPക്ക് അനുകൂലമായി മാറും എന്നുള്ള ഒരു ചിന്താഗതി. അതും ഒരു പക്ഷേ ശരിയാകാൻ സാധ്യതയില്ല. കാരണം ആം ആദ്മി പാർട്ടിയോ അല്ലെങ്കിൽ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളോ ചേർന്ന് മത്സരിച്ചിരുന്നെങ്കിൽ അത്തരം രാഷ്ട്രീയ മേഖലകളിൽ കോൺഗ്രസ്സിന് അവരുമായി ചേരാൻ പറ്റാത്ത വോട്ടുകളും പലപ്പോഴും ഇപ്പോൾ CPM-ഉം മുസ്ലിം ലീഗുമോ അല്ലെങ്കിൽ CPM-ഉം കോൺഗ്രസും ചേർന്ന് ഇവിടെ മത്സരിച്ചാൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ രണ്ട് മുന്നണികളുടെ വോട്ട് ഒരുമിച്ച് കിട്ടുന്നു? അത്തരത്തിലുള്ള എതിർപ്പുകൾ ധാരാളം ഉണ്ടാകും. അത് കാരണം ആ 1% വോട്ട് വ്യത്യാസം എന്നുള്ള കാര്യവും ശരിയല്ല. ഇവിടെ പിന്നെ മറ്റുള്ള ചില തെറ്റുകളും പറഞ്ഞു. ഈ പാവപ്പെട്ടവർക്ക് 2100 രൂപയല്ല, ഈ ചർച്ച തുടങ്ങിയപ്പോൾ തന്നെ 3000 രൂപയാണ് അവിടെ പെൻഷൻ കൊടുക്കുന്നത്. എനിക്ക് അങ്ങനെയായിരുന്നു ഉദ്ദേശിക്കുന്ന 3000 രൂപ പാവപ്പെട്ട വനിതകൾക്കല്ലേ ഹരിയാനയിൽ? അത് സൈനി വന്നതിന് ശേഷമായിരുന്നു അത്. ശരി, ഓക്കെ. അതെ 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 അല്ല, അതിന് മുൻപും ഖട്ടർ കൊടുത്തിരുന്നു. കാരണം നമ്മൾ ചർച്ച ചെയ്ത് ഇവിടെ 1800 CPM-കാർ പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഹസ്കർ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അത് കറക്റ്റ് ചെയ്ത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഇവിടെ ഈ വോട്ട് പെർസെൻറ്റേജും ഷെയറും പറയുമ്പോൾ നിങ്ങൾ എല്ലാവരും പഠിച്ചു കാണും, വായിച്ചു കാണും, എന്തോ മറന്നുപോയതായിരിക്കും. നൂഹ്, ഫിറോസ്പൂർ, ജിർക്ക, പുനാഹാന തുടങ്ങിയ മണ്ഡലങ്ങളിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ അവർ വിജയിച്ചേക്കുന്നത് ഏതാണ്ട് 98,281 വോട്ട്. അതേപോലെ നൂഹിൽ വിജയിച്ചത് 46,963 വോട്ട്. അങ്ങനത്തെ ഹ്യൂജ് മാർജിന് കോൺഗ്രസ് വിജയിച്ചിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണ് അത്തരം മണ്ഡലങ്ങളിൽ കോൺഗ്രസ് വിജയിക്കുന്നത്? അവിടെ ആരാണ് മത്സരിച്ചത്? നൂഹിലെ വലിയ കലാപത്തിൻ്റെ ഏറ്റവും മുന്നണി പോരാളിയെയും സൂത്രധാരനെയും എങ്ങനെയാണ് അവിടെ മത്സരത്തിന് ഇറക്കിയത്? അതുകൊണ്ട് ഈ സംസ്ഥാനത്താകെയുള്ള വോട്ടിംഗ് പെർസെൻറ്റേജിൽ വ്യത്യാസം വന്നു. അതെല്ലാം ഈ പറയുന്ന മൈക്രോ ലെവൽ മാനേജ്മെൻറ്റിൽ എത്രത്തോളം ഉപകാരം BJPക്കും ഒരുപക്ഷെ ഉണ്ടായിട്ടുണ്ട്? ഇത്തരം കാര്യങ്ങൾ കൂടി ചർച്ച ചെയ്യണം. അത് കോൺഗ്രസിൻ്റെയും ഒരുപക്ഷെ അവിടെ സഹായിയായിരുന്ന CPM-ൻ്റെയും രാഷ്ട്രീയമായ പിടിപ്പുകേടിൻ്റെയും അവിടുത്തെ ജനങ്ങളെ അറിയുവാൻ ശ്രമിക്കാത്തതിൻ്റെയും കുറച്ചെല്ലാം ഒരു പ്രത്യേകതരം രാഷ്ട്രീയ സമീപനത്തിൻ്റെയുമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്തത് ഞാൻ പെട്ടെന്ന് അടുത്ത പോയിന്റിലേക്ക് പോവുകയാണ്. ഈ ജാട്ട് വോട്ട് BJPക്ക് എതിരായി എന്നുള്ള കണക്കും ശരിയല്ല. ജാട്ട് വോട്ടിനെ ഏറ്റവും ഞാൻ മനസ്സിലാക്കുന്നത് 33ഓളം സീറ്റുകളിലാണ് ജാട്ടുകൾക്ക് 50%-നേറെ ഒരു വോട്ടിംഗ് പെർസെൻറ്റേജ് കണക്കാക്കിയിട്ടുള്ളത്. അതിൽ ഇപ്പോൾ ജയിച്ച പെർസെൻറ്റേജ് നോക്കുകയാണെങ്കിൽ 17 സീറ്റും BJP നേടിയിരിക്കുന്നു. ഇറ്റ് മീൻസ് അറൗണ്ട് മോർ ദാൻ 70% ഓഫ് ദ സീറ്റ്. അപ്പോൾ ജാട്ട് മേഖലയിൽ മറ്റുള്ള വോട്ട് മാത്രമല്ല, ജാട്ട് വോട്ടും നേടിയിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ജാട്ട് മേഖലയിൽ ആ പെർസെൻറ്റേജ് അവിടുത്തെ ബൂത്ത് ഞങ്ങൾ മനസ്സിലാക്കുമ്പോൾ ജാട്ട് വോട്ടും നേടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പൊളിറ്റിക്കൽ ഡിസിഷനാണ്, അല്ലെങ്കിൽ രാഷ്ട്രീയമായ വോട്ടിംഗ് ഒരു റൊട്ടീനാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് BJPയുടെ സഖ്യകക്ഷിയായിരുന്ന പല സംഘടനകൾക്കും പേരിന് പോലും സീറ്റ് നേടാൻ പറ്റാഞ്ഞതും വോട്ട് നേടാൻ പറ്റാഞ്ഞതും. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ആൻറ്റി ഇൻകംബൻസി കാര്യമായിട്ട് നടന്നിട്ടില്ല എന്ന് നമ്മൾ അംഗീകരിക്കാൻ തയ്യാറാവണം. അവിടെ ഭരണം നോക്കൂ, അവിടെ കർഷക സമരമുണ്ടായിരുന്നു, ഗുസ്തിക്കാരുടെ സമരമുണ്ടായിരുന്നു. നേരത്തെ വളരെ വ്യക്തമായി അദ്ദേഹം പറഞ്ഞതുപോലെ അഗ്നിവീർ പദ്ധതിക്കെതിരെയുള്ള വലിയ സമരത്തിൻ്റെ ഒരു പാറ്റേണൊക്കെ നമ്മൾ കണ്ടു. ഒരേ പാറ്റേൺ ആണെങ്കിൽ പോലും ഇത്തരം സമരങ്ങളെയെല്ലാം ഓവർകം ചെയ്യുവാനായി ആ ഭരണകൂടം നടത്തിയ ഒരുപാട് കാര്യങ്ങൾ, ഇപ്പോൾ വൈദ്യുതി സൗജന്യമാക്കി, മെഡിക്കൽ ചെക്കപ്പും അതെല്ലാം ഫ്രീ ആക്കി, ഇത്തരത്തിൽ പിന്നെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ പാവപ്പെട്ടവർക്കുള്ള പെൻഷൻ എല്ലാം കൃത്യമായിട്ട് ഏതാണ്ട് 17 ലക്ഷം പേർക്ക് കൃത്യമായിട്ട് കൊടുക്കുന്നു. ഇത്തരത്തിലുള്ള ധാരാളം പാവപ്പെട്ടവർക്കുള്ള ജനകീയ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കാനും സാധിച്ചു. മറ്റൊന്ന്, അവിടെ ഉണ്ടായിരുന്ന ഒരു ഹൈവേ റോബറിങ് സ്ഥിരമായിട്ട് ഇപ്പോൾ ഡൽഹി ഹരിയാന യാത്ര ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ മനസ്സിലാവും, അതൊരു റിസ്ക് ഫാക്ടറായിരുന്നു അവിടെ ട്രാവൽ ചെയ്യുക എന്നുള്ളത്. പിന്നെ ഈ കഴിഞ്ഞ 10 വർഷമായിട്ട് അത്തരം ഹൈവേ റോബറിങ് ഇല്ല. സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ ക്രമാതീതമായി കുറഞ്ഞിരിക്കുന്നു, വളരെ കുറഞ്ഞിരിക്കുന്നു. ഇവിടെ ചിലത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അവിടുത്തെ പ്രധാനപ്പെട്ട ചില സംഭവിച്ചാൽ മാത്രം. പക്ഷെ പൊതുവെ ജനങ്ങൾക്ക് സ്വീകാര്യമായ ഒരു സർക്കാരും അവിടെ പാവപ്പെട്ടവർക്ക് വളരെയേറെ ഗുണം ചെയ്യുന്ന ഒരു സർക്കാരുമായിരുന്നു എന്നുള്ളത് കൊണ്ടാണ്
ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ BJPക്ക് അനുകൂലമായിട്ടുള്ള ഈ തരംഗമുണ്ടായത്. അത് ജാട്ട് മേഖലയിലായാലും അതുപോലെ തന്നെയുള്ള ഒരു നേരത്തെ പറഞ്ഞു BJP ഇപ്പോൾ ഒരു സിറ്റി അർബൻ പാർട്ടിയാണ് എന്നുള്ള ഒരു വാദമുഖം ഇറക്കുന്നുണ്ട്. പണ്ടതൊരു നോർത്ത് ഇന്ത്യൻ പാർട്ടിയായിരുന്നു, അത് ബ്രാഹ്മണന്മാരുടെ പാർട്ടിയായിരുന്നു, അത് ബിസിനസ്സുകാരുടെ പാർട്ടിയായിരുന്നു. ദെൻ ഇറ്റ്സ് ബിക്കം എൻ അർബൻ പാർട്ടി എന്നുള്ളത്. പക്ഷെ നോക്കൂ, ഞങ്ങൾ ഗ്രാമീണ മേഖലയിൽ അതുപോലെ തന്നെ പട്ടികജാതി സീറ്റിൽ 17 എണ്ണത്തിൽ ഞങ്ങൾ 9 എണ്ണം നേടിയിരിക്കുന്നു. ഗ്രാമീണ മേഖലയിലാണ്. സോ എഗെയിൻ വി ഹാവ് മോർ ദാൻ 50% സീറ്റ്സ്. അപ്പോൾ ഇത്തരത്തിൽ അർബൻ പാർട്ടിയല്ല, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക സമുദായത്തിൻ്റെ പാർട്ടിയല്ല, അങ്ങനെയുള്ള ഒരു പാർട്ടി അല്ല ഇതിന്റെ മൈക്രോ ലെവൽ മാനേജ്മെന്റ് പഠിക്കുമ്പോൾ എന്നുള്ളത് ശരിയാണ്. ഹരിയാനയിൽ എല്ലായിടത്തും BJPയുടെ വിജയം വന്നിട്ടുണ്ട്. അതുപോലെ ഞാൻ ആ ദൃശ്യങ്ങളിലേക്ക് ഒന്നുകൂടി പോവുകയാണ്. BJP ഹെഡ്ക്വാർട്ടേഴ്സിൽ അല്പസമയത്തിനകം പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തും. മറ്റ് നേതാക്കൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അല്പസമയം മുമ്പ് രാജ്നാഥ് സിംഗിനെ കണ്ടിരുന്നു. എന്തായാലും BJP നേടിയ ഈ തിളക്കമാർന്ന വിജയം ഹരിയാനയിൽ അത് നിസ്സാര കാര്യമല്ല. ഹാട്രിക് വിജയമാണ് ഹരിയാനയിൽ നേടിയിരിക്കുന്നത് BJP. ഇതേക്കുറിച്ച് പ്രധാനമന്ത്രി ഇന്ന് പ്രവർത്തകരെ അഭിസംബോധന ചെയ്യും. അതുപോലെ തന്നെ ജമ്മുവിൽ BJP ഉണ്ടാക്കിയിരിക്കുന്ന നേട്ടം, എന്തായാലും ജമ്മു കാശ്മീരിൽ അതൊരു ജനാധിപത്യത്തിന്റെ വിജയമാണ്. സമാധാനപരമായി തെരഞ്ഞെടുപ്പ് നടത്തുവാൻ സാധിച്ചു എന്നത് തന്നെ പ്രധാനമന്ത്രി എടുത്തു പറയുമെന്ന കാര്യത്തിൽ സംശയമില്ല. ശ്രീ PR ശിവശങ്കർ, ഈ ജമ്മു കാശ്മീരിൽ ഇന്ത്യ സഖ്യത്തിന്റെ അധികാരത്തിലേക്കുള്ള വരവ്, അതിനെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ജമ്മുവിൽ ശരിയാണ് BJPക്ക് കഴിഞ്ഞ തവണത്തേക്കാൾ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ വാലിയിൽ, കശ്മീർ വാലിയിൽ, അതിവിടെ ഫക്രുദ്ദീൻ സൂചിപ്പിച്ചിരുന്നു, അവിടെ എത്രമാത്രം നേട്ടമുണ്ടാക്കുവാൻ BJP കഴിഞ്ഞിട്ടുണ്ട് എന്ന് ആരും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം കൂടിയാണ് അത്. പക്ഷേ അവിടെ നാഷണൽ കോൺഫറൻസിന് വ്യക്തമായ മേധാവിത്വം ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടുമുണ്ട്. പൊതുവെ നോക്കുമ്പോൾ ജമ്മു കാശ്മീരിൽ താങ്കൾ എങ്ങനെ കാണുന്നു BJPയുടെ പ്രകടനത്തെ? ഒരു പെർസെൻറ്റേജ് പോലും BJPക്ക് ദുഃഖിക്കാൻ വകയില്ലാത്ത റിസൾട്ടാണ് ജമ്മു കാശ്മീരിലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ വീണ്ടും ഫക്രുദ്ദീൻ അലി അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ നമുക്കറിയാം. ഒരു ജമ്മു കാശ്മീരിലെ തിരഞ്ഞെടുപ്പിൽ കുറേ വർഷങ്ങളായി വരുന്ന ഒരു രാഷ്ട്രീയമായ അല്ലെങ്കിൽ അവിടുത്തെ മതപരമായ സമീപനം എങ്ങനെയായിരുന്നു, അതിനേക്കാൾ കൂടുതൽ കഴിഞ്ഞ കുറേ നാളുകളായി അവിടെ തിരഞ്ഞെടുപ്പേ വേണ്ട എന്നുള്ള ഒരു രീതി അത് മാറ്റിക്കൊണ്ട് അവിടെ സുഗമമായി തിരഞ്ഞെടുപ്പ് നടക്കുന്നു. അവിടെ ജനങ്ങൾക്ക് താല്പര്യമുള്ള രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് വോട്ട് ചെയ്യുന്നു. BJPയുടെ പല നയപരിപാടികളോടും ആർട്ടിക്കിൾ 370 അടക്കമുള്ള കാര്യങ്ങളോടും വിയോജിപ്പുള്ള ഒരു ജനവിഭാഗമുണ്ട്. അത് പല സംസ്ഥാനത്തെയും പല വിഭാഗങ്ങൾക്കും ഇത്തരത്തിലുള്ള വിഷയമുണ്ടാവും. പക്ഷേ ഒരു ദേശീയ രാഷ്ട്രീയത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ഭരണഘടനയുടെ ഭാഗമായി ഒരു രാജ്യം നിശ്ചയിക്കുന്ന കാര്യം അത് നടപ്പിലാക്കുക തന്നെ വേണം. അതുകൊണ്ട് തന്നെ തീർച്ചയായും അവിടെ തിരഞ്ഞെടുപ്പ് നടന്നു എന്നുള്ളത് തന്നെ വലിയ നേട്ടമാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ അവിടെ BJPക്ക് താഴ്വരയിൽ BJP മുന്നോട്ട് പോയോ, എത്രത്തോളം ശക്തമാകാൻ പറ്റും, അതുപോലെ തന്നെ അവിടെ മുഖ്യ പ്രതിപക്ഷമായി ഞങ്ങൾക്ക് നിൽക്കാൻ സാധിക്കുന്നു. ഞാൻ ഇപ്പോഴും എൻ്റെ പ്രതീക്ഷ കൈവിട്ടിട്ടില്ല. അവിടെ ഞങ്ങൾക്ക് കുറച്ചുകൂടി ഭേദകരമായ കാര്യങ്ങൾ ഉണ്ടാക്കാൻ ഒരുപക്ഷെ ഭാവിയിൽ പറ്റിയേക്കും. ഈ മറ്റൊരു തന്ത്രമായിരുന്നുവല്ലോ BJPക്ക്. അവിടെയുള്ള ഈ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ സ്പോൺസർ ചെയ്യുന്നത് BJP ആയിരുന്നു. അതുപോലെ തന്നെ ഈ എഞ്ചിനീയർ റാഷിദിന്റെ പാർട്ടി, അതൊക്കെ BJPയുടെ തണലിൽ ഉള്ള പാർട്ടികളാണ് എന്ന രീതിയിലായിരുന്നുവല്ലോ കാര്യങ്ങൾ മുന്നോട്ട് പോയിരുന്നത്. അതൊരു തെരഞ്ഞെടുപ്പ് തന്ത്രത്തിന്റെ ഭാഗമായിട്ട് തന്നെ കണക്കാക്കാം. പക്ഷെ അത് വർക്കൗട്ട് ആയിട്ടില്ല. മഞ്ജുഷേ, ഇപ്പോൾ ഓരോ സംസ്ഥാനത്തും BJPയുടെ നമുക്കറിയാം, നോർത്ത് ഈസ്റ്റിലൊക്കെ BJPക്ക് എത്ര വർഷം കൊണ്ടാണ് കടന്നു കയറാൻ പറ്റിയത്. കാശ്മീരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ആദ്യത്തെ പ്രസിഡന്റ് തന്നെ അവിടെ ആ സംസ്ഥാനത്തിന് വേണ്ടിയിട്ട് ജീവാഹുതി നടത്തിയ ഒരു സംസ്ഥാനമാണ്. സോ ഇറ്റ് വിൽ ബി ഞങ്ങളുടെ ഒരു പ്രൈം ഫോക്കസാണ്. അതുകൊണ്ട് തന്നെ ആ ഓരോ ഭാഗത്തേക്കും കടന്നതെല്ലാം ഡയറക്റ്റ് ഒരുപക്ഷെ BJPക്കോ BJPയുടെ പ്രവർത്തകർക്കോ സാധിക്കുന്നില്ല എങ്കിൽ അവിടെ സഖ്യകക്ഷികളോ മറ്റു രീതിയിലുള്ള സഖ്യങ്ങളോ ഉണ്ടാക്കും. അത് രാഷ്ട്രീയമായ ഒരു നടപടിയാണ്. അത് കേരളത്തിൽ CPMന് മാത്രം രാഷ്ട്രീയ തന്ത്രം പയറ്റാം എന്നുള്ളതില്ലല്ലോ. ഞങ്ങളും പയറ്റിയിട്ടുണ്ടാവും, എനിക്കറിയില്ല അവിടെ എന്താ ചെയ്തതെന്ന്. പക്ഷേ ഞാൻ പറയുന്നത് അവിടെ ഒരു ജനാധിപത്യത്തിൻ്റെ ഒരു നീണ്ട കാലത്തെ ജനാധിപത്യ വിരുദ്ധം അല്ലെങ്കിൽ തീവ്രവാദികളെല്ലാം നിശ്ചയിച്ചിരുന്ന രീതിയിൽ അവിടെ തിരഞ്ഞെടുപ്പ് നടക്കുക എന്നോ മാറിയിട്ട് അവിടെ ഒരു ജനാധിപത്യ സ്വഭാവമുള്ള തിരഞ്ഞെടുപ്പ് നടക്കുന്നു. അവിടെ ഒരു ദേശീയ സർക്കാരിന് ചില നിയന്ത്രണങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതും എനിക്ക് തോന്നുന്നില്ല നാഷണൽ കോൺഗ്രസ് ഒരു ടോട്ടലി ആൻറ്റി നേഷൻ ഒരു ഡിസിഷൻസ് ഒക്കെ ഇനി എടുക്കുമെന്ന് തോന്നുന്നില്ല. കുറച്ചുകൂടി കാത്തിരുന്ന് കാണാം. ഏതായാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു തിരഞ്ഞെടുപ്പല്ല,
അല്ലെങ്കിൽ ഈ വർഷത്തെ തിരഞ്ഞെടുപ്പോ ഭരണമോ അല്ല, മറിച്ച് അടുത്ത 10-25 വർഷത്തേക്കുള്ള പ്ലാൻ മുൻകൂട്ടി കാണുകയാണ് BJP ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെ കാശ്മീരിലും ഒരു ലോങ് ടൈം പൊളിറ്റിക്കൽ സ്ട്രാറ്റജി എന്ന രീതിയിൽ ഞങ്ങളുടെ ആദ്യത്തെ ഫസ്റ്റ് ഫേസ് ഞങ്ങൾ വിജയിച്ചു എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ജമ്മുവിൽ ഇത്രയേറെ സീറ്റ് ഞങ്ങൾക്ക് നേടാൻ കഴിഞ്ഞത്. ഒരുപക്ഷെ സ്വതന്ത്രാനന്തര ഭാരതത്തിൻ്റെ ഏറ്റവും നിർണായകമായ തിരഞ്ഞെടുപ്പിൽ ഒന്ന്. കാരണം ഒരു അത്രയേറെ ശക്തമായ എതിർപ്പായിരുന്നു ആർട്ടിക്കിൾ 370 വന്നതിന് ശേഷം, മാറ്റിയതിന് ശേഷം ഞങ്ങൾ അനുഭവിച്ചത്. അപ്പോൾ അവിടെ നിന്ന് ജമ്മുവിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ നിയന്ത്രണത്തിൽ നിർത്താൻ കഴിഞ്ഞു, അല്ലെങ്കിൽ ജനങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ളത് വളരെ ആശ്വാസകരമായ. ശരിയാണ്. എന്തായാലും ജമ്മുവിൽ ആ നേട്ടം കഴിഞ്ഞ തവണത്തേക്കാൾ 25-ൽ നിന്ന് 29-ലേക്ക് കൂട്ടുവാനായിട്ട് BJP കഴിഞ്ഞിട്ടുണ്ട്. ശ്രീ എൻ ശ്രീകുമാർ